കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്നലെ ബജറ്റിലെ ധനമന്ത്രിയുടെ പ്രസംഗവും പ്രഖ്യാപനങ്ങളും വന്നു കഴിഞ്ഞപ്പോഴും ഒരു സ്പെഷ്യൽ മെൻഷനിങ് കേരളത്തിൻ്റെ കാര്യത്തിലോ വയനാടിൻ്റെ കാര്യത്തിലോ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലോ ഒന്നും ഉണ്ടായില്ല. പിന്നീട് ബജറ്റ് രേഖകൾ വരട്ടെ, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ബജറ്റിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴും കേരളത്തോട് ഒരു പരിഗണനയില്ലാന്ന് മാത്രമല്ല, ക്രൂരമായ അവഗണനയും കൂടിയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ മന്ത്രിയുടെ തീർത്തും നിരുത്തരവാദപരമായ പ്രസ്താവനയും. BJP എങ്ങനെയാണ് ഈ കാര്യങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ആവശ്യങ്ങളെ, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ തിടുക്കങ്ങളെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണമായി തന്നെ കാണേണ്ടതില്ലേ ജോർജ് കുര്യന്റെ പ്രസ്താവനയെ? അല്ല, ജോർജ് കുര്യനൊന്നും താഴെത്തട്ടിൽ നിന്ന് പഞ്ചായത്ത് മെമ്പറായോ പഞ്ചായത്ത് പ്രസിഡന്റായോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായോ ജില്ലാ പഞ്ചായത്തിലൊന്നും ജയിച്ച് അസംബ്ലിയിലും പാർലമെന്റിലും ജയിച്ച് മന്ത്രിയായ ആളല്ലല്ലോ. അദ്ദേഹത്തിന് ഒരു ലോട്ടറി അടിക്കുകയാണല്ലോ ഉണ്ടായത്. അദ്ദേഹത്തെ ഇപ്പൊ മന്ത്രിയാക്കിയത് പിന്നെ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ പേര് ഒരു ക്രിസ്ത്യൻ നെയിം ആയതുകൊണ്ട് മാത്രം, ക്രിസ്ത്യൻ നാമധാരി ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്. മാത്രമല്ല, അദ്ദേഹത്തിന് കേരളത്തോട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. അദ്ദേഹം ഇവിടെ നല്ലല്ലോ MP ആയത്. അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് MP ആയത്. V മുരളീധരന്റെ കാര്യം എടുത്താലും അതുപോലെ ജോർജ് കുര്യന്റെ കാര്യത്തിൽ ഇവർക്കൊന്നും കേരളത്തിൽ യാതൊരു കൂറും വിധേയത്വവും പ്രതിബദ്ധതയില്ല. കാരണം ഇവരൊന്നും ഇവിടെ നിന്മാരായവരല്ല. ഇവരൊക്കെ നരേന്ദ്രമോദിയുടെ ഔദാര്യം കൊണ്ട് പിന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവരൊക്കെ പാർലമെന്റിൽ എത്തിയിട്ടുള്ളതും മന്ത്രിയായതും. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് ഒരു കൂറും വിജയത്വവും പ്രതിബദ്ധതയുള്ള ആർക്കും ഈ ബഡ്ജറ്റിനെ അനുകൂലിച്ചൊരു വർത്തമാനം പറയാൻ പറ്റില്ല. പ്രധാനമന്ത്രി നേരിട്ട് വന്നാണല്ലോ വയനാട്ടിലെ ആ ദുരന്തം കണ്ടത്. സമാനതകളില്ലാത്തൊരു ദുരന്തമല്ലേ വയനാട്ടിലുണ്ടായത്. അന്ന് സംസ്ഥാന ഗവൺമെന്റിനോട് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്റെ മനോമുകുരത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പണം ഒരു പ്രശ്നമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്ത് മുമ്പോട്ട് പോക്കോ, പുനരധിവാസം എന്ത് വേണമെങ്കിലും, എത്ര പണം വേണമെങ്കിലും ചെലവാക്കിയോ, ഞാൻ പണം തരാമെന്ന് പറഞ്ഞ് അന്ന് ജനങ്ങളെ കെട്ടിപ്പിടിച്ച് ധൃതരാഷ്ട്ര ആലിംഗനം പോലെയാണ് അന്നത്തെ കെട്ടിപ്പിടുത്തമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. രണ്ട്, അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞത്തിനൊന്നും കൊടുത്തിട്ടില്ല. ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മലയോര മേഖലയിൽ നരഭോജിയായ കടുവ ഇറങ്ങിയിരിക്കുന്നു, പുലികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു, കാട്ടുപന്നി, അതുപോലെ തന്നെ കാട്ടുകുരങ്ങ്, മയില്, ഇതെല്ലാം മനുഷ്യന്റെ ജീവനും സ്വത്തിനും വലിയ അപകടകരമായ സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീ, 47 വയസ്സുള്ള ഒരു സ്ത്രീയെ കടുവ കൊന്നു തിന്നു. അതുകൂടാതെ കാസർഗോഡിന്റെ പല ഭാഗങ്ങളിലും ഒരേ സമയത്ത് ഒന്നിലധികം പുലികളെ കണ്ടിരിക്കുന്നു, പട്ടികളെ മുഴുവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ആടുകളെ തിന്നുന്നു. ഇനി എപ്പോഴാണ് മനുഷ്യരെ ആക്രമിക്കുക എന്നുള്ള ഭീതിജനകമായ അന്തരീക്ഷം നിലനിൽക്കുന്നു. വന്യമൃഗങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ, ബജറ്റിന് ശേഷം മാത്രമല്ല ബജറ്റിന് മുമ്പും ഇപ്പോൾ ഈ വിഴിഞ്ഞത്തായാലും വയനാട് വിഷയങ്ങളായാലും ഒന്നും ഈ ജോർജ് കുര്യന്റെ ഭാഗത്തുനിന്നോ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നോ V മുരളീധരന്റെ ഭാഗത്തുനിന്നോ കാര്യമായൊരു ഇടപെടലും ഒരു സമ്മർദ്ദവും ഉണ്ടാകുന്നില്ല എന്നുകൂടി കാണണം. ഭിത്തി നിർമ്മിക്കണമെന്നുള്ളത് തീരദേശവാസികളുടെ ഒരു വലിയ ആവശ്യമാണ്. അതുപോലെ തന്നെ 1-2 ഹാർബറുകൾ ഈ മേഖലയിൽ വേണമെന്നുള്ളതും മത്സ്യത്തൊഴിലാളി ആവശ്യമാണ്. അതിനും ഒരു ന്യായ പൈസ നീക്കി വെച്ചിട്ടില്ല. കേരളത്തോട് ഇത്ര തികഞ്ഞ അവഗണന കാണിച്ച് ജെയിംസ് വന്നിട്ടില്ല. അതുപോലെ മറ്റ് പല കേരളത്തിന്റെ ആവശ്യങ്ങളും അംഗീകരിച്ച് കിട്ടത്തില്ല. അപ്പൊ രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് ഇടതുപക്ഷ മുന്നണിയോടും അതുപോലെ തന്നെ ഗവൺമെന്റിനോടും ഒക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മള് രാഷ്ട്രീയം മറന്ന് ഗവൺമെന്റിനോടൊപ്പം നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് ഈ നാടിനെ സ്നേഹിക്കുന്ന ആർക്കും ഇത്ര നിരുത്തരവാദപരമായ ഒരു കമന്റ് പാസ്സാക്കാൻ കഴിയില്ല. അത് കുര്യന് ഈ നാടിനോട് യാതൊരു വിധേയത്വമില്ലതിന്റെ തെളിവാണ് ഇത്ര ബാലിശമായ ഒരു പ്രസ്താവന ഇറക്കിയത്. പുച്ഛത്തോടുകൂടി അവജ്ഞയോടുകൂടി തള്ളിക്കളയേണ്ട ഒരു പ്രസ്താവനയാണ്. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒരിക്കലും നടത്താൻ പാടില്ലാത്തൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന് കേരളത്തെ കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്.